നജീബ് ഇപ്പോൾ കൊച്ചിയിൽ വനിതാ തിയേറ്ററിൽ സിനിമ കാണാൻ എത്തിയിട്ടുണ്ട്. ആടുജീവിതം സിനിമ നമ്മുടെ റിയ ബേബിക്കൊപ്പം ഉണ്ട്. ഗുഡ് മോർണിംഗ് റിയ. അങ്ങനെ ഈ ജീവിച്ചിരിക്കുന്ന കഥാപാത്രം എത്തിയിരിക്കുകയാണ്. എന്താണ് നജീബിന് പറയാനുള്ളത്? ഗുഡ് മോർണിംഗ് മോത്തി. അങ്ങനെ ഈ ആടുജീവിതം ജീവിച്ച് തീർത്ത, അനുഭവിച്ച് തീർത്ത നജീബ് എന്ന മനുഷ്യനിതാ ഇടപ്പള്ളിയിലെ തിയേറ്ററിൽ എത്തിയിരിക്കുന്നു. ആദ്യമായി ആ സിനിമ മുഴുവനായി കാണാൻ വേണ്ടി ജീവിതമാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. ആദ്യമായിട്ടാണ് തോന്നുന്നു ഇന്നല്ലേ മുഴുവനായിട്ട് ആ സിനിമ കാണാൻ മുഴുവനായിട്ട് ആ സിനിമ കാണാൻ പോകുന്നത്. ഇത് സിനിമ കാണുമ്പോഴേ അതിനെ പറ്റിയെല്ലാം അറിയാനൊക്കെ തന്നെ. കുറച്ച് രംഗങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അതെല്ലാം കറക്റ്റായിരുന്നു. ഇനി ബാക്കി ഇപ്പോൾ കാണാൻ പോവാണ്. കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ പറയാം. ട്രെയിലറും അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ വലിയ സ്ക്രീനിൽ കണ്ടല്ലോ. അപ്പോൾ ജീവിതം അങ്ങനെ കാണുമ്പോൾ എന്താ തോന്നുന്നു? ദുഃഖം ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ സന്തോഷമുണ്ട്. കാരണം ഇതിപ്പോൾ സ്ക്രീനിലൂടെ ജനങ്ങൾ മൊത്തം കാണാൻ പോകല്ലേ. അത് ആദ്യമായിട്ടായിരിക്കും ഒരുത്തരുടെ ഒരു അനുഭവം ഇപ്പോൾ സിനിമ എല്ലാവരും കാണാൻ പോകുന്നത്. അതിനകത്ത് വളരെ സന്തോഷമുണ്ട്, നല്ല ഹാപ്പിയാണിപ്പോൾ. അതൊക്കെ പിന്നീട് വായിച്ച ആളാണ്. ഇത് സിനിമയായിട്ട് വരുമ്പോൾ നജീബേട്ടൻ എന്താണ് അത് തോന്നുന്നത്? ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ നമ്മളിങ്ങനെ കുറേ ദിവസങ്ങളായി ആടുജീവിതത്തെക്കുറിച്ചാണ് മുഴുവൻ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ ആടുജീവിതത്തെക്കുറിച്ചാണ് കുറച്ച് ദിവസം കൊണ്ടുള്ള സംസാരങ്ങൾ മൊത്തം. പിന്നെ ഒരു ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ ഒരു ദിവസം കോൾ ചെയ്ത് ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണും, വിജയിപ്പിക്കും, അങ്ങനെ പല 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 സന്തോഷ വാർത്തകളൊക്കെയാണ് എല്ലാം പറഞ്ഞത്. ഒറ്റയ്ക്കാണോ വന്നത്? വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണോ? കളിയനും ഉണ്ട്, എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനും ഉണ്ട്, ഒരു 2 പേരും. അവരുടെ അഭിപ്രായം തന്നെ ചോദിക്കും. നിങ്ങളും ആദ്യമായിട്ട് സിനിമ കാണാൻ പോവാണ്. പറഞ്ഞതുപോലെ കുറച്ച് ഭാഗങ്ങൾ കണ്ടപ്പോൾ ജീവിതം കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ ഇതിൻ്റെ ഒരു കേട്ടും പറഞ്ഞു വായിച്ചൊക്കെ നമ്മൾ അറിഞ്ഞതാണ്? അതെ അതെ, ഇതിൻ്റെ സഹോദരൻ ഞാൻ അളിയനാണ്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ശരിക്കും നമ്മളെല്ലാം ഇമോഷണലായി. അപ്പം അളിയൻ ജീവിച്ച അല്ലെങ്കിൽ അനുഭവിച്ച ആ ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് ഈ സിനിമയും പോകുന്നുള്ള ആ ഒരു ഫീലാണ് ഇപ്പോൾ നമുക്കുള്ളത്, കാണാതെ തന്നെ. അപ്പോൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതേ ഫീൽ തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു ഇതാണ്. ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാനൊക്കെ ശരിക്കും ഇമോഷണലായി. അപ്പോൾ കാര്യം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ അളിയൻ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷനിൽ കൂടി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും സിനിമ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. സിനിമ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴും അതിൻ്റെ ട്രെയിലറൊക്കെ വന്നപ്പോഴും നജീബേട്ടൻ എന്താ നിങ്ങളോട് സംസാരിച്ചത് പേഴ്സണലായി? അളിയൻ ഇതിൻ്റെ പല ഭാഗങ്ങളും അളിയൻ ജീവിച്ച അതേ അനുഭവമായിട്ടാണ് അളിയൻ പറഞ്ഞു തരുന്നില്ല. അതുപോലെ മരുഭൂമി കൂടിയുള്ള ആ ഓട്ടവും അളിയൻ്റെ ആ ചെരുപ്പൊക്കെ പൊട്ടിപ്പോയ ആ ഒരു ഫീലൊക്കെ അതൊക്കെ അളിയൻ അതുപോലെ തന്നെ ഓർത്ത് പറയുകയാണ്. കുറച്ച് വെച്ചാൽ അതുപോലെ തന്നെ അളിയൻ ഫീൽ ചെയ്യുന്നുള്ള ഇതിലാണ് പറഞ്ഞത്. ഒരുപാട് സംസാരിച്ചതാണ്. നജീബായിട്ട് പൃഥ്വിരാജിനെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റിനുള്ളിൽ അതും ആ ജീവിതം മുഴുവൻ ഒന്നുകൂടി കാണുകയാണ്. എന്താ അങ്ങനെ ഒരു കണ്ടപ്പോൾ തോന്നുന്നത്? കണ്ടപ്പോൾ തോന്നുമ്പോൾ സന്തോഷം തോന്നുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പോകല്ലേ, ബാക്കി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം എന്താണെന്ന് വെച്ചാൽ. പറഞ്ഞതുപോലെ നജീബേട്ടൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും അളിയനും ഒപ്പം ഒക്കെയാണ് വനിതാ തിയേറ്ററിലേക്ക് ഇടപ്പള്ളിയിലേക്ക് എത്തിയത്. അദ്ദേഹം ജീവിച്ച് തീർത്ത, അനുഭവിച്ച് തീർത്ത ആ ജീവിതം അത് വലിയൊരു സ്ക്രീനിൽ കാണാൻ പോവുകയാണ്. ആ ആടുജീവിതമൊക്കെ പുസ്തകങ്ങളിലൂടെയൊക്കെ നമ്മൾ എത്രമാത്രം ആഴമുള്ള ദുരിതമാണ്, ജീവിതമാണ് അദ്ദേഹം താണ്ടിയതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം ഒരിക്കൽ കൂടി ആ സ്ക്രീനിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം കാണുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ ഇമോഷണൽ ആയിരുന്നു ചില രംഗങ്ങൾ കണ്ടപ്പോൾ. ഇനി അത് കണ്ടു തീരട്ടെ, എന്നിട്ട് ബാക്കി സംസാരിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഒരു ചരിത്രം എന്നുകൂടി നമുക്ക് പറയാം. ഒരു മനുഷ്യൻ അനുഭവിച്ച ജീവിതം അത് സ്ക്രീനിൽ ഒരിക്കൽ കൂടി കാണുന്ന ചില നിമിഷങ്ങൾ കൂടിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനും കുടുംബാംഗത്തിനും ഒപ്പമാണ് ഇടപ്പള്ളിയിലെ തിയേറ്ററിലേക്ക് എത്തിയത്. ഒരു 10 മിനിറ്റിനപ്പുറം അദ്ദേഹം ആ സിനിമ വലിയ സ്ക്രീനിൽ അദ്ദേഹം ജീവിച്ചു തീർത്ത ജീവിതം കാണാൻ പോവുകയാണ്.